നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെക്കൻ കശ്മീരിലെ കൊടുങ്കാടുകൾ 4 വഴിക്കൂടെയും വളഞ്ഞ് ഇന്ത്യൻ സൈന്യം. പഹൽഗാമിൽ ചോര വീഴ്ത്തി ഇന്ത്യയുടെ നെഞ്ചുലച്ച ആ കൊടും ഭീകരൻ വനത്തിനുള്ളിലുണ്ടെന്ന് റിപ്പോർട്ടുകൾ. പാക് പട്ടാളത്തിന്റെ സകല പിന്തുണയോടെയും കശ്മീർ കടന്നെത്തിയ ഹാഷിം മൂസയെ വളഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ സൈന്യം. ഹാഷിം മൂസ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെ ഇയാളെ ജീവനോടെ പിടികൂടാൻ സമഗ്ര നീക്കം. കയ്യിൽ കിട്ടിയാൽ തലയ്ക്ക് വെടിവെക്കരുത്, കാൽമുട്ട് നോക്കി മാത്രം വെടിവെക്കുക. ഭീകര നേതാവിനെ ജീവനോടെ പിടികൂടണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് കരസേനാ മേധാവി. പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് എന്ത് തെളിവാണ് ഇന്ത്യയുടെ പക്കലുള്ളതെന്ന് പാക് പ്രതിരോധ മന്ത്രി ചോദിച്ചിരുന്നു. അവർക്കുള്ള മറുപടി കൊടുക്കാൻ ഹാഷിമിനെ ജീവനോടെ പിടികൂടണമെന്ന് നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്നാൽ സൈന്യം കയറി വളഞ്ഞതോടെ സൈന്യത്തിന്റെ കയ്യിൽ അകപ്പെടുമെന്ന ഘട്ടത്തിൽ ഹാഷിം സ്വയം വെടിയുതിർത്ത് ചാകാനും സാധ്യതയുണ്ട്. എന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇയാളെ എങ്ങനെയും ജീവനോടെ പിടികൂടാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ സൈന്യം കടന്നിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന പാക് പട്ടാളത്തിന്റെ പൊള്ളത്തരം ഇതിനകം പൊളിച്ചടുക്കിയിട്ടുണ്ട് ഇന്ത്യൻ ഇന്റലിജൻസ്. കാരണം ഹാഷിം മൂസ പാക് പട്ടാളത്തിന്റെ പാരാ കമാൻഡോയാണ്. സൈനിക പരിശീലനം കിട്ടിയ ആളാണ് ഈ ഭീകരൻ. പിന്നീട് ഭീകര സംഘടനയായ ലഷ്കർ എ തോയ്ബയിൽ ചേർന്ന് നിരവധി ഭീകരാക്രമണങ്ങളിൽ ഹാഷിം മൂസ പങ്കാളിയായി. 2023 ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നത് എന്നാണ് വിവരങ്ങൾ. ഹാഷിം മൂസയെ ജീവനോടെ തൂക്കിയാൽ ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് എത്തിയവരാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ സ്ഥാപിക്കാൻ ഇന്ത്യക്ക് ഇതിലൂടെ കഴിയുകയും ചെയ്യും. മുംബൈ ആക്രമണത്തിൽ അജ്മൽ കസബ് പിടിയിലായതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരുന്നു. ഇത് മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ജമ്മു കശ്മീരിലെ ഗന്ദർബാൽ ജില്ലയിൽ 7 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിലും ഹാഷിം മൂസ ഉൾപ്പെട്ടിരുന്നു. ബാരാമുള്ളയിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ട ആക്രമണത്തിലും ഇയാൾക്ക് പങ്കുണ്ട്. കശ്മീരിൽ നടന്ന 6 ഭീകരാക്രമണങ്ങളിൽ ഹാഷിം മൂസ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സുരക്ഷാ ഏജൻസികളുടെ റിപ്പോർട്ട്. ഹാഷിം മൂസയെ കൂടാതെ ആദിൽ തോക്കർ, ആസിഫ് ഷെയ്ഖ് എന്നിവരാണ് ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തത്. ഇവരെയും കണ്ടെത്താൻ ഊർജിത ശ്രമം നടക്കുന്നുണ്ട്. വിവരം നൽകുന്നവർക്ക് 20 ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം നടത്തിയ തീവ്രവാദികൾ ഉപയോഗിച്ചത് ചൈനീസ് വാർത്താവിനിമയ സംവിധാനമാണെന്ന് NIA കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ചൈനയ്ക്ക് 8ന്റെ പണിയാകുന്ന കാര്യമാണ്. ആശയവിനിമയത്തിനായി ഉപയോഗിച്ച സാറ്റലൈറ്റ് ഫോൺ അടക്കം ചൈനീസ് നിർമ്മിതമാണെന്ന് NIA കണ്ടെത്തൽ. പരസ്പരം ആശയവിനിമയം നടത്താൻ ചൈനീസ് സാറ്റലൈറ്റ് ഫോണുകളും ഇന്ത്യയിൽ നിരോധിച്ച നിരവധി ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളും ഭീകരർ ഉപയോഗിക്കുന്നതായാണ് NIAയുടെ കണ്ടെത്തൽ. ഏപ്രിൽ 22 പഹൽഗാമിൽ ചൈനീസ് സാറ്റലൈറ്റ് ഫോണിന്റെ സ്ഥാനം NIA കണ്ടെത്തിയിട്ടുണ്ട്. 1.5 കൊല്ലം മുൻപാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ അതിർത്തിയിലെ മുള്ളുവേലി മുറിച്ച് ഇന്ത്യയിലേക്ക് കടന്നത്. കാടിനുള്ളിലാണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഇവരെങ്ങനെ ഇന്ത്യൻ ഏജൻസികളെ കബളിപ്പിച്ച് ആശയവിനിമയം നടത്തി എന്നാണ് ഇപ്പോൾ സൈന്യം അന്വേഷിക്കുന്നത്. ഈ അന്വേഷണത്തിലാണ് ചൈനീസ് നാഷണൽ സ്പേസ് ഏജൻസിയുടെ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത് എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. പഹൽഗാമിൽ നിന്നും കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഏജൻസികൾ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. 2020 ഗൽവാനിൽ നടന്ന ചൈനീസ് ആക്രമണത്തെ തുടർന്ന് തീവ്രവാദികൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ചൈനീസ് മൊബൈൽ ആപ്ലിക്കേഷനുകളിൽ പലതും ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഈ ആപ്ലിക്കേഷനുകൾ ഹാക്ക് ചെയ്യുന്നത് വളരെ പ്രയാസമാണ്. എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനുള്ള ആപ്ലിക്കേഷനുകളായതിനാൽ സന്ദേശം അയക്കുന്നയാളും സ്വീകരിക്കുന്നയാളും തമ്മിലുള്ള ആശയവിനിമയം സുരക്ഷിതമായിരിക്കും. അതിനാൽ ഭീകരവാദികൾ പരസ്പര ആശയവിനിമയത്തിനായി ചൈനീസ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത് കണ്ടെത്തിയതോടെയാണ് ഇന്ത്യ ഇത് മുൻപ് തന്നെ നിരോധിച്ചത്. മാത്രമല്ല ഈ ആപ്പുകളെല്ലാം സ്റ്റെനോഗ്രാഫി സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സന്ദേശങ്ങൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ഉള്ളിൽ മറച്ച് അയക്കാൻ കഴിയും. ഇത് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. ആപ്പുകൾ പതിവായി അവയുടെ റേഡിയോ ഫ്രീക്വൻസി മാറ്റുകയും ചെയ്യുന്നു. ഇത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വെല്ലുവിളിയാണ്.
ഇത്തരത്തിലുള്ള ചൈനീസ് ആശയവിനിമയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഭീകരർ അതീവ രഹസ്യമായി തന്നെ പഹൽഗാം ആക്രമണം ഇപ്പോൾ നടപ്പാക്കിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇന്റലിജൻസിന് ഇവരുടെ സാന്നിധ്യം കണ്ടെത്താനും വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം കൊടുങ്കാടുകൾക്കുള്ളിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇന്ത്യൻ ഏജൻസികളെ, പ്രത്യേകിച്ച് ഇന്റലിജൻസിനെ കബളിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു കൊടുങ്കാടിൽ തന്നെ ഇവർ താമസം ഉറപ്പിച്ചതും. അധികമൊന്നും തന്നെ പുറത്തേക്ക് വന്നിരുന്നില്ല ഹാഷിം മൂസ ഉൾപ്പെട്ട സംഘം. അതുകൊണ്ട് തന്നെയാണ് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒന്നും തന്നെ അത്ര കൃത്യമായി തന്നെ ഇന്റലിജൻസിന് കണ്ടെത്താൻ സാധിക്കാതെ വന്നതും. ഹാഷിം മൂസയുടെ ഗോഡ്ഫാദർ അസിം മുനീറാണ് പാക് സൈനിക മേധാവി. ISIയുടെ എല്ലാ സഹായവും ആക്രമണം നടത്തുന്നതിന് ഈ ഭീകരവാദികൾക്ക് ഉണ്ടായിരുന്നു. പാക് ചാര സംഘടന ഇവർക്ക് വേണ്ടുന്ന എല്ലാ നിർദ്ദേശങ്ങളും സമയാസമയങ്ങളിൽ കൈമാറുന്നുണ്ടായിരുന്നു. പാക് ചാര സംഘടനയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരുന്നു ഈ കൊടുങ്കാടുകളിൽ നിന്നും ഇവർ പുറത്തേക്ക് വരുന്നതും അതുപോലെ തന്നെ അകത്ത് എല്ലാ ആയുധങ്ങൾ സ്വരുക്കൂട്ടിയതും എല്ലാം തന്നെ. ഇതിനിടെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരവും കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്, ഹമാസ് ആക്രമണത്തിൽ ഇസ്രയേലിന് സംഭവിച്ചതുപോലെ ഒരു പിഴവ് ഇന്ത്യക്കും സംഭവിച്ചു എന്നുള്ളതാണ്. അതായത് ഇസ്രയേലിന്റെ കണ്ണ് വെട്ടിച്ചായിരുന്നല്ലോ, ഇസ്രയേലിന്റെ കാവൽ മാലാക മൊസാദിന്റെ കണ്ണ് വെട്ടിച്ചായിരുന്നല്ലോ 2023 ഒക്ടോബർ 7 ഹമാസ് അവിടെ കടന്നു കയറി ആക്രമണം നടത്തിയത്. അതുപോലെ തന്നെ ഒരു നീക്കമായിരുന്നു പഹൽഗാമിലും ഉണ്ടായത്. അന്ന് ഇസ്രയേലിന് സംഭവിച്ച പിഴവാണ് ഇന്ത്യക്കും സംഭവിച്ചത്. മാർച്ച് 3 ബ്രിട്ടൻ നൽകിയ പഹൽഗാമിലേക്കുള്ള യാത്രാ വിലക്കിന് ഇന്ത്യൻ ഇന്റലിജൻസ് വേണ്ടത്ര ഗൗരവത്തിലെടുത്തില്ല. പ്രശ്നബാധിത പ്രദേശങ്ങളിലേക്ക് അതാതിടത്തെ പ്രാദേശിക സംഭവങ്ങൾ വിലയിരുത്തിയാണ് ബ്രിട്ടീഷ് വിദേശകാര്യ വകുപ്പ് സഞ്ചാരികളായ തങ്ങളുടെ പൗരന്മാർക്ക് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകുന്നത്. ഇന്ത്യയിൽ മണിപ്പൂരിൽ 2023 മെയ് മുതൽ പ്രശ്നബാധിതം ആയതോടെ തുടർച്ചയായി ബ്രിട്ടൻ സഞ്ചാരികൾക്ക് യാത്രാ നിർദ്ദേശം നൽകുന്നതാണ്. ശബരിമല വിവാദ സമയത്തും കേരളം സന്ദർശിക്കുന്നതും സുരക്ഷിതമല്ലെന്ന് ബ്രിട്ടൻ ഇതുപോലെ മുന്നറിയിപ്പ് നൽകിയതായാണ് വിവരങ്ങൾ. ഇത്തവണ മാർച്ച് 3 പഹൽഗാമിനെ കുറിച്ച് ബ്രിട്ടൻ ആശങ്ക പങ്കുവച്ചപ്പോൾ ഇന്ത്യൻ നിരീക്ഷണ സേനയും ഇന്റലിജൻസ് വിഭാഗവും അതിന് വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോയി എന്നാണ് വിവരങ്ങൾ. മാത്രമല്ല, അന്ന് തന്നെ മണിപ്പൂരിനെ കുറിച്ചും ബ്രിട്ടൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഒരുപക്ഷെ തുടർച്ചയായി നൽകുന്ന മുന്നറിയിപ്പ് കൊണ്ടായിരിക്കണം പഹൽഗാം സന്ദർശനം ഒഴിവാക്കണം എന്ന മട്ടിൽ മാർച്ച് 3 ബ്രിട്ടൻ നൽകിയ മുന്നറിയിപ്പിന് ഇന്ത്യൻ സേനാ വിഭാഗങ്ങളും സുരക്ഷാ ഏജൻസികളും വേണ്ടത്ര ശ്രദ്ധ നൽകാതെ പോയത്. എന്നാൽ കൃത്യം 6 ആഴ്ച പിന്നിട്ടപ്പോൾ ഏപ്രിൽ 22 26 മുസ്ലിം ഇതര പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് വെടിവെച്ചു കൊന്ന പൈശാചിക തീവ്രവാദ ആക്രമണത്തിന് ശേഷം ലോകമെങ്ങും ചർച്ചയായത് ഇന്ത്യയുടെ സുരക്ഷാ പാളിച്ചകൾ കൂടിയാണ്. അതിർത്തി ഗ്രാമങ്ങൾ വേണ്ടത്ര സുരക്ഷ കൂടാതെ പ്രാദേശിക സർക്കാർ തുറന്നുകൊടുക്കുന്നതാണ് തീവ്രവാദികൾക്ക് സഹായമായതെന്ന് കേന്ദ്ര സർക്കാർ തടിതപ്പാൻ വാദിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യക്ക് വെളിയിലെങ്കിലും കശ്മീർ ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് എന്ന് നോക്കാതെ ഇന്ത്യയുടെ സുരക്ഷാ പാളിച്ചയായാണ് പഹൽഗാം ആക്രമണം വിലയിരുത്തപ്പെടുന്നത്. ഇപ്പോൾ പഹൽഗാം ആക്രമണ ശേഷവും മുൻപ് നൽകിയ മുന്നറിയിപ്പ് ബ്രിട്ടൻ അതേവിധം തുടരുകയാണ്. കശ്മീർ താഴ്വര ഏറെ നാളായി ശാന്തമായി തുടരുകയാണെങ്കിലും ഇന്ത്യയെയും ലോകത്തെയും ഞെട്ടിച്ച ആക്രമണത്തിന് 6 ആഴ്ച മുൻപേ പഹൽഗാമിന്റെ പേരെടുത്ത് പറഞ്ഞ് മുന്നറിയിപ്പ് നൽകാൻ ബ്രിട്ടന് സാധിച്ചത് എങ്ങനെയെന്ന ചോദ്യത്തിന് ഇന്ത്യയും ബ്രിട്ടനും തമ്മിലുള്ള സൈനിക രഹസ്യ കൈമാറ്റത്തിൽ മാത്രമേ എന്തെങ്കിലും സൂചന ലഭിക്കാൻ സാധ്യതയുള്ളൂ. സാധാരണ ഇത്തരം രഹസ്യങ്ങൾ പുറത്തു വരാറുമില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക മേധാവി ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം പുസ്തകമോ മറ്റോ എഴുതുമ്പോൾ മാത്രമാണ് ഇത്തരം വിവരങ്ങളുടെ സൂചനകൾ പോലും പുറത്തു വരാറുള്ളത്. എന്തായാലും ബ്രിട്ടൻ അത്തരത്തിലൊരു മുന്നറിയിപ്പ് തങ്ങളുടെ പൗരന്മാർക്കും കൊടുത്തിരുന്നു എന്നുള്ളതാണ് കൃത്യമായ വിവരം. ഇന്ത്യൻ സേന അതുപോലെ തന്നെ സുരക്ഷാ വിഭാഗങ്ങളും ഇന്റലിജൻസും അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നും ഉള്ള വിമർശനം ഇപ്പോൾ വരികയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.